കൊച്ചി രൂപത ബൈബിൾ കൺവെൻഷൻ വചനസന്ധ്യ 2025 എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഫാദർ ആന്റണി തൈവീട്ടിൽ. ഫെബ്രുവരി 12 മുതൽ 16 വരെ ഇടക്കൊച്ചി അക്വിനാസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. ധ്യാനത്തിന്റെ ഒരുക്കങ്ങൾക്ക് 12 കമ്മിറ്റികൾ നേതൃത്വം നൽകുമെന്നും എല്ലാ ദിവസവും അഭിവന്ദ്യ പിതാക്കന്മാരായിരിക്കും ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതെന്നും ഭാരവാഹികൾ. കൊച്ചി രൂപത ബൈബിൾ കൺവെൻഷൻ വചനസന്ധ്യ 2025 കൃപാഭിഷേക ധ്യാനം ഫെബ്രുവരി 12 മുതൽ 16 വരെ ഇടക്കൊച്ചി അക്വിനാസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത്. അണക്കര മരിയൻ ധ്യാന കേന്ദ്ര ഡയറക്ടർ ഡൊമിനിക് വളൻമനാലച്ചനാണ് ഇത്തവണയും വചനസന്ധ്യ 2025 നേതൃത്വം നൽകുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ബൈബിൾ കൺവെൻഷൻ കൊച്ചി രൂപത അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ അഭിവന്ദ്യ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. ധ്യാനത്തിന്റെ ഒരുക്കങ്ങൾക്ക് 12 കമ്മിറ്റികളാണ് നേതൃത്വം നൽകുന്നത്. നിലവിൽ 30,000 പേർക്കുള്ള ഇരിപ്പിട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കൺവെൻഷൻ ദിവസങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. വചനസന്ധ്യ 2025 ജനറൽ കോർഡിനേറ്റർ ഫാദർ ആന്റണി തൈവീട്ടിൽ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ പുത്തൻപുരയ്ക്കൽ, മീഡിയ ആൻഡ് പബ്ലിസിറ്റി കൺവീനർ ഫാദർ പ്രിൻസ് മാളേക്കൽ, വോളണ്ടിയർ കമ്മിറ്റി കൺവീനർ KX ആന്റണി കടവിപ്പറമ്പിൽ, ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ട് കൺവീനർ പൈലി ആലുങ്കൽ, റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ കാസി പൂപ്പന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടറായി ബഹുമാനപ്പെട്ട ഡൊമിനിക് വളമനാലച്ചനാണ് ഈ പ്രാവശ്യവും വചനസന്ധ്യ 2025 നേതൃത്വം നൽകുന്നത്. പ്രിൻസച്ചൻ സൂചിപ്പിച്ചതുപോലെ 10,000 ജനങ്ങളാണ് ഈ വചനസന്ധ്യ ബൈബിൾ കൺവെൻഷനിൽ വചനം കേൾക്കുവാനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഡൊമിനിക് വളമനാലച്ചൻ്റെ വിടുതൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും വേണ്ടി ഇടക്കൊച്ചിയിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സ്വതന്ത്രമായി സ്വസ്ഥമായി വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒരുങ്ങാനും അവരുടെ ജീവിത മേഖലകളിൽ പല രീതിയിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് വിടുതലൊക്കെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ 12 കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, 12 കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഓരോ കമ്മിറ്റിയിലും 50-ൽ കൂടുതൽ അംഗങ്ങളുണ്ട്. ഏകദേശം 500ഓളം വരുന്ന കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ വരുന്ന വചനസന്ധ്യ 2025 കൃപാഭിഷേക ധ്യാനത്തിനുള്ള ഒരുക്കങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. മഹാജൂബിലി വർഷമായിട്ടാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വർഷം തന്നെയാണ് നമ്മൾ ഈ ഒരു 6ാമത്തെ വചനസന്ധ്യ ബൈബിൾ കൺവെൻഷൻ ഒരുക്കിയിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് നാളെ ഉച്ചകഴിഞ്ഞ് 3:30 ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് ബസിലിക്കയിൽ നിന്നും 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ദീപശിഖ പ്രയാണവും അതോടൊപ്പം തന്നെ ഈ ജൂബിലി കുരിശും നമ്മൾ അവിടുന്ന് ഏറ്റുവാങ്ങി ഇടക്കൊച്ചി അക്വിനാസ് കോളേജ് ഗ്രൗണ്ടിൽ സ്ഥാപിക്കുന്നത്. ദേവാലയങ്ങളിലും തീർത്ഥാടന സെന്ററിലും എത്തിച്ചു കഴിഞ്ഞു. പ്രാർത്ഥനയ്ക്കായി 40,000 മേലെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നൽകി കഴിഞ്ഞു. 125 മേലെ ഫ്ലക്സുകൾ, ബാനറുകൾ, അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. മീഡിയപരമായി സ്റ്റാറ്റസിലൂടെ 150 മേലെ വൈദികർ അവരുടെ ഇടവകളിലേക്കും പല സ്ഥലങ്ങളിലേക്കും ഇത് ചെയ്തത് തന്നെ ആദ്യഘട്ടത്തിൽ ഒരുക്കങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതോടെ വചനസന്ധ്യ ടീം അംഗങ്ങളും ഈ സ്റ്റാറ്റസുകളിലൂടെ തന്നെ ആളുകളെ അറിയിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഡൊമിനിക് അച്ഛൻ ധ്യാന കേന്ദ്രങ്ങളിലൂടെയുള്ള അറിയിപ്പുകളും ഇതിന് വളരെ പിൻബലമായി നിൽക്കും. ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ഈ ധ്യാനത്തിൻ്റെ ബാക്കി ഭാഗം അത് വരാൻ സാധിക്കാത്തവർക്ക് ഒത്തിരിയേറെ അനുഭവ സാക്ഷ്യം നൽകാനായി ഈ പ്രാവശ്യം ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ആധുനിക സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ്. വചനസന്ധ്യ കൃപാഭിഷേകം ഏറ്റവും കൂടുതൽ സുഗമമായിട്ട് വരുന്ന 10,000 ആൾക്കാരെ സുഗമമായിട്ട് എത്തി നടത്തിക്കൊണ്ട് പോകാനായിട്ട് 150 വാളണ്ടിയർമാർ തിരഞ്ഞെടുക്കുകയും അവർക്ക് ട്രെയിനിങ് കൊടുത്ത് നിർത്തിയിട്ടുള്ളൂ. അതിനോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവർക്ക് ധ്യാനം കഴിഞ്ഞ് പോകാനായിട്ട് സൗകര്യപ്രദമായിട്ടും വേറെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്. പശ്ചിമ കൊച്ചിയുടെ നമ്മുടെ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, കണ്ണമാലി, ചെല്ലാനം, കുമ്പളങ്ങി, എഴുപിന്ന, അതുപോലെ തന്നെ ചേർത്തല, അരുക്കുറ്റി, ഇങ്ങോട്ട് വന്ന എറണാകുളം, ഇടക്കൊച്ചി, ആ ഭാഗങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് കഴിഞ്ഞ് പോകുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള യാത്രാ സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വിശ്വാസികളായ ജനങ്ങളെ പ്രതീക്ഷിക്കുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള സുരക്ഷ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ട്രാഫിക് പോലീസിൻ്റെയും സഹകരണം ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഫയർഫോഴ്സ് നമ്മുടെ ധ്യാനം തുടങ്ങിയ അവസാനം വരെ ഫയർഫോഴ്സിൻ്റെ ഒരു ടീം
വണ്ടി അവിടെ നമ്മുടെ ധ്യാന ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കുന്ന. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2025 ഫെബ്രുവരി 16 അരുക്കുറ്റി പാതുവാപുരം പള്ളിയിലെ വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ 103ാമത് തിരുനാൾ 2025 ഫെബ്രുവരി 11 മുതൽ 16 വരെ, 2-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നവനാൾ, 8, 9, 10 തീയതികളിൽ റവറന്റ് ഫാദർ ജിനു പള്ളിപ്പാട്ട് നയിക്കുന്ന ധ്യാന ശുശ്രൂഷ, 23-ന് 8-ാം ഇടം.